CBSE +2 പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ അതിൻ്റെ പുനർമൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ സൈറ്റ് ഡൗൺ ആവുന്നു. അതുകൂടാതെ പുനർമൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആൻസർ പേപ്പറുകൾ അത് മറ്റുള്ളവരുടെ പേപ്പറായിരുന്നു, അവരുടെ കൈയക്ഷരമല്ലായിരുന്നു അതിൽ കിട്ടി. അത്തരത്തിലൊരു പരാതി ഒരു വിദ്യാർത്ഥി തന്നെ ഉന്നയിച്ചിരുന്നു. വേദാന്ത് എന്നൊരു വിദ്യാർത്ഥി ഇത്തരം ഒരു പരാതി എക്സിലൂടെ ഉന്നയിക്കുകയും അതിനെതിരെ ആ വിദ്യാർത്ഥിക്കെതിരെ ദൂരദർശൻ്റെ ന്യൂസ് അടക്കം പാകിസ്ഥാനി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് വലിയ ചർച്ചയായിരുന്നു. ഇത് വലിയ വാർത്തയായതിനെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ച് ആ വീഴ്ചയ്ക്ക് തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കൂടിയിട്ട് ഇത്തരത്തിൽ നീറ്റ് അടക്കമുള്ള പരീക്ഷകൾ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന വീഴ്ചകൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വിശ്വഗുരുവിന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾക്ക് രാജ്യത്തൊരു പരീക്ഷ പോലും നേരെ ചൊവ്വേ നടത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. CBSEയുടെ ഈ പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിലുണ്ടായ പിഴവുകളിൽ അത് തങ്ങളുടെ പിഴവല്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രേസ് മാർക്ക് വേണം. അതിന് ബോർഡ് അത്തരത്തിലൊരു സംവിധാനം കൂടി ഉണ്ടാക്കണമെന്നൊരാവശ്യം കൂടിയിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്കാണ് അജിംസ്. നീറ്റ് പരീക്ഷകൾ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടാതെ CBSE പുനർമൂല്യനിർണ്ണയത്തിലുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ മാപ്പ് പറയുന്നത്. അതോടൊപ്പമാണ് ഇന്നിപ്പോൾ ബിരുദ പ്രവേശന പരീക്ഷാ ഫലത്തിൽ സാങ്കേതിക പിഴവ് ഉണ്ടാവുകയും പരീക്ഷകൾ വളരെ വൈകുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അത്തരത്തിൽ ട്വീറ്റ് കൂടിയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മൊത്തത്തിൽ രാജ്യത്തെ ഇത്തരം പ്രവേശന പരീക്ഷകളാകട്ടെ, ഇത്തരം മത്സര പരീക്ഷകളാകട്ടെ, അതിൻ്റെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളല്ലേ തുടർച്ചയായി ഉണ്ടാകുന്നത്. ഒരു വിദ്യാഭ്യാസ വകുപ്പ്, രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ പ്രകടനം വിലയിരുത്തുന്നത് അവരുടെ ഫോക്കസ് എവിടെയാണെന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ രാജ്യത്തൊരു വിദ്യാഭ്യാസ വകുപ്പുണ്ട്. ആ വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഇന്ത്യനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഭാരതവൽക്കരണമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാരതവൽക്കരണം. അതാണ് അവരുടെ ഫോക്കസ്. അല്ലാതെ പരീക്ഷ വൃത്തിയായിട്ട് നടക്കുകയാണോ അല്ലെങ്കിൽ പേപ്പർ ലീക്കാവാൻ നോക്കുകയാണോ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താമെന്നുള്ളതല്ല. ഇപ്പോൾ ഈ ഭാരതവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഭാരതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കും, അല്ലെങ്കിൽ നോളജിൻ്റെ ഇന്ത്യനൈസേഷൻ, ജ്ഞാനത്തിൻ്റെ ഭാരതീയവൽക്കരണം, ഇതൊക്കെ ആയി നടക്കാമെന്നാണ് സംഭവം. നമുക്ക് കാവ്യവൽക്കരണമാണ്. ഈ കാവ്യവൽക്കരണം കുട്ടികൾക്ക് ടെക്സ്റ്റ് വഴി കൊടുക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളൊരു വശത്ത്. മറുവശത്ത് എന്താ ചെയ്യുന്നത്? മറുവശത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഈദ് ദിനത്തിൽ, പെരുന്നാൾ ദിനത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ വെച്ചേക്കാണ്. അത് മാറ്റിത്തരണമെന്നാവശ്യപ്പെടുന്ന ഹാരിസ് ബീരാൻ MP സർക്കാരിന് ഒരു നിവേദനം കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈസ്റ്റർ ദിനത്തിൽ പരീക്ഷ വയ്ക്കുക, ഈദ് ദിനത്തിൽ പരീക്ഷ വയ്ക്കുക. ഇതാണ് ഇന്ത്യനൈസേഷൻ അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അതിമഹത്തായ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം രാജ്യത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അവിടെയാണ് തെറ്റ്. MBBS ടെക്സ്റ്റ് ഹിന്ദിയിലാക്കുക, MBBS പഠിക്കേണ്ടത് ഹിന്ദിയിലാക്കുക. അപ്പോൾ അവരെ എന്തിനു വേണ്ടിയാണോ അവരെ ആളുകൾ വോട്ട് ചെയ്തത്, ഇത് ചെയ്യാൻ വേണ്ടിയാണ് ആളുകൾ വോട്ട് ചെയ്തത്. അവർ പ്രകടനപത്തി പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഗോവധ നിരോധനം മുതൽ ഈ ഇന്ത്യനൈസേഷൻ ഓഫ് നോളജ് വരെയുള്ളതൊക്കെ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് RSS എഴുതുകയും പറയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതിനുവേണ്ടിയല്ലേ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചത്. പിന്നെ അവരിൽ നിന്ന് ഞങ്ങൾക്ക് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ലഭിക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പരീക്ഷ ഉണ്ടാവണം, ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ ഏൽപ്പിച്ച പണി അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരിൽ നിന്ന് ഞങ്ങൾക്ക് അതല്ല, ബ്രിട്ടനിലെയും US പോലുള്ള നിലവാരമുള്ള എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് വേണം എന്നവരോട് പറഞ്ഞാൽ അവർ അത് ചെയ്യില്ല. അവരെ ഏൽപ്പിച്ച പണിയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കഴിഞ്ഞ 17-ാം തീയതി തൊട്ട് പുള്ളി Xൽ എഴുതാണ്. ഈ വിഷയം വന്നതിന് ശേഷം ഇന്നിപ്പോൾ 30-ാം തീയതി ആയി. എന്താണെന്ന് രാജിവെച്ചോ? 2024 സെയിം പേപ്പർ ലീക്ക് ഉണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചോ? അപ്പോൾ ഈ രാജിവെക്കുക എന്നുള്ളത്, ഒരു വകുപ്പിൻ്റെ വീഴ്ചയിൽ ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ധാർമ്മികമായൊരു നിലപാടാണ്. അങ്ങനെ രാജിവെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രശസ്തമായ സംഭവം നമുക്കറിയാം. ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ 99-ൽ വാജ്പേയി മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അസമിലൊരു ട്രെയിൻ അപകടം ഉണ്ടായതിനെ തുടർന്ന്. അത് വാജ്പേയി സർക്കാരിലാണെന്ന് ആലോചിക്കുക. ഇപ്പോൾ 1-2 UP സർക്കാരിനകത്ത് നിരവധി ആളുകൾ, ഇപ്പോൾ മറ്റേ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, ശിവരാജ് പാട്ടീൽ രാജിവെച്ചതാണ്. ഒരുപാട് പേർ അത്തരം അഴിമതി ആരോപണങ്ങളുടെ പേരിലും അല്ലാതെയും വീഴ്ചകളുടെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷം മോദി സർക്കാരിൽ ഒരാളുടെ പേര് പറയാം. മോദി സർക്കാരിന് കീഴിൽ ഒരു മന്ത്രി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി രാജിവെച്ചതായിട്ട് പറയാം. ഒരു മിസ്റ്റേക്കും പറ്റാത്ത മന്ത്രിസഭയല്ലല്ലോ, മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടല്ലോ, ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരാൾ രാജിവെച്ചില്ലല്ലോ.
ഇപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചെങ്കിൽ ഈ മോദി സർക്കാരിന് കീഴിൽ അമിത്ഷായുടെ കീഴിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എത്ര ഭീകരാക്രമണം ഉണ്ടായി? അമിത്ഷാ രാജിവെച്ചോ? 2024 പേപ്പർ ലീക്ക് ഉണ്ടായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല. പിന്നെ ഇപ്പോൾ അത് ഇതൊരു രാജിവെക്കാൻ പറഞ്ഞത് എന്തിനാണ്? അതായത് ആ സർക്കാർ അവരുടെ മാൻഡേറ്റ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് ആളുകൾക്ക് നികുതി ഭാരം നൽകാതെ ജീവിക്കാൻ അനുവദിക്കുക, പെട്രോളിന് വില കുറയ്ക്കുക, ഗ്യാസിന് വില കുറയ്ക്കുക, ആൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുക, വിദ്യാസമ്പന്നരായ യുവതിവാക്കൾക്ക് ഇന്ത്യയിൽ തന്നെ ജോലി ലഭിക്കുക, രാജ്യത്ത് സാമുദായിക കാലുഷ്യങ്ങളില്ലാതിരിക്കുക, കലാപങ്ങളില്ലാതിരിക്കുക, വെറുപ്പും വിദ്വേഷവും വളർത്തുന്നവർക്ക് നടപടി സ്വീകരിക്കുക. ഇതൊന്നും ചെയ്യാനല്ല ആ സർക്കാർ അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവർക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാർക്കും അറിയാം അവരെന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അവരോട് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? ഈ അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാത്തവരാണ്. ഇപ്പോൾ ഈ നീറ്റിൻ്റെ കാര്യത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നീറ്റിൻ്റെ കാര്യത്തിൽ സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്തവർ കൂടിയാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ ആ സർക്കാരിൻ്റെ കൊടുത്ത മാൻഡേറ്റിനേക്കാൾ കൂടുതലായി അവർ ആഗ്രഹിക്കുന്ന തെറ്റ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പൊതുജനമാണ് രാജിവെക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ് നിഷാദ്, ഇത്തവണയാണ് CBSE ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടപ്പാക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ ഇവർ അവകാശപ്പെട്ടിരുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആൻസർ പേപ്പറുകൾ കാണാൻ പറ്റുകയും അതിലെന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ നടപ്പാക്കാം എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സംഭവിച്ച നേരെ മറിച്ചാണ്. കാരണം ഓരോ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് മറ്റുള്ളവരുടെ ആൻസർ പേപ്പറുകളാണ്. അവിടെയൊക്കെ അപ്ലോഡ് ചെയ്യണം. അതെ, അതിൻ്റെ അകത്ത് ഏകദേശം ഒരു കണക്ക് 98 ലക്ഷം ഉത്തരക്കടലാസുകൾ 40 കോടിയോളം പേജുകളാണ് ഇവർ സ്കാൻ ചെയ്തതെന്നാണ്. ഇതിനെ ഏൽപ്പിച്ച ഒരു കമ്പനിയുടെ പിഴവാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു മുന്നൊരുക്കം വേണ്ടതല്ലേ? വളരെ പെട്ടെന്ന് ചെയ്യുകയും അത് മൊത്തത്തിൽ ഇത്തരം വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കമായി മാറുകയും ചെയ്തില്ലേ? നേരത്തെ അജിംസ് പറഞ്ഞ പോയിന്റ് ഞാൻ കൂട്ടിച്ചേർക്കാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, അതിൻ്റെ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സമ്പദ്ഘടനയും അതിൻ്റെ സവിശേഷതയും അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള കൺസേൺ ഉണ്ടെങ്കിലാണല്ലോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നോട്ട് അങ്ങോട്ട് നിരോധിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് എന്തായിരിക്കും പറ്റുക എന്നതിനെക്കുറിച്ച് അവർക്കൊരു കൺസേൺ ഇല്ലല്ലോ. അവർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഉദ്യോഗസ്ഥരെ കാണുമായിരിക്കും, ഉപദേഷ്ടാക്കളും കാണും. പക്ഷെ നമ്മൾ നോട്ട് അങ്ങോട്ട് നിരോധിക്കുകയാണ്. ഈ 34 തീയതി പോലും നോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് എന്ത് പറ്റുമെന്നത് അവരുടെ കൺസേൺ അല്ല. എന്നതുപോലെ തന്നെ നമ്മൾ വളരെ ലൂസായിട്ട് ഈ പരീക്ഷാ നടത്തിപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്ത് കോടിക്കണക്കിനായിട്ടുള്ള കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പരീക്ഷ മുഴുവൻ തകിടം മറിയും. അത് നമ്മുടെ കൺസേൺ അല്ലല്ലോ. നമുക്കതിനകത്ത് രാജിവെക്കേണ്ട കാര്യവുമില്ല, നമുക്കതിൽ മറുപടി പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? രാജി പോട്ടെ, വിശദീകരിക്കേണ്ട ബാധ്യത ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ വിശദീകരണം ചോദിച്ചാൽ നീ പാകിസ്ഥാനി അല്ലേ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള പ്രിവിലേജ് അവർക്കുണ്ട്. ഇപ്പോൾ ആ പയ്യനോട് പോലും ജിഹാദിയാണ് പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞ് അവനെ നിശബ്ദനാക്കാൻ നോക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവനെ പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനി ഭാഷയാണ്, മൊല്ലാക്കമാരുടെ ഭാഷയാണ് എന്ന് പറയാൻ കഴിയുന്ന പ്രിവിലേജ് ഉള്ള കാലത്തോളം ഒന്നിനും മറുപടി പറയണ്ട. ഇപ്പം ധർമ്മേന്ദ്ര പ്രസാദ് ഇത് സീരിയസ് സംഗതിയാണ്, ഞങ്ങളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ 22 മില്യണോ മറ്റോ ആയുള്ള ഫോളോവേഴ്സായി. അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയമായി. കാരണം അവരുടെ പാർട്ടിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സംഗതിയായിട്ട് വരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെതിരെ എന്തോ ഒരു വികാരമുണ്ട്, ഞങ്ങൾ ചെയ്തപ്പോൾ എന്തോ ഒരു സംഗതി തെറ്റിപ്പോയിട്ടുണ്ട്, അത് സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാകുന്നൊരു ഭയപ്പാട് അവർക്ക് വന്നു. ആ ഭയപ്പാട് കൊണ്ട് മാത്രമാണ് അവർ സംസാരിച്ചത്. അല്ലെങ്കിൽ ഈ പറയുന്ന വിലപിക്കുന്ന കുട്ടികളും അവരുടെ നഷ്ടപ്പെട്ട ഉത്തരക്കടലാസുകളോ അവരുടെ നഷ്ടപ്പെട്ട പരീക്ഷയോ ഒന്നും അവരുടെ വിഷയമല്ല. അപ്പോൾ എനിക്കറിയാം, എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ നീറ്റ് പരീക്ഷ എഴുതുകയാണ്. ആ പരീക്ഷ റദ്ദാക്കി വീണ്ടും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, പലതരത്തിലുള്ള സമ്മർദ്ദം, ഇത് കഴിഞ്ഞല്ലോ എന്ന സമാശ്വാസത്തിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇതങ്ങോട്ട് റദ്ദാക്കി കൂളായിട്ട് പ്രഖ്യാപിക്കുന്നത്. വീണ്ടും പഠിക്കുകയാണ്, സ്വസ്ഥതയില്ലാതെ പഠിക്കുകയാണ്. അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഇമോഷണൽ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സർക്കാരിനൊന്നും കൺസേൺ അല്ല. സർക്കാർ ഇങ്ങോട്ട് വരുന്നു, വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട സർവകലാശാലകളെയൊക്കെ ഇങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് അവിടെയൊക്കെ ഏതൊക്കെയോ ആൾക്കാരെ കൊണ്ടുവത് VC-മാരൊക്കെയാണ്, ഇത് നീ ഇതൊക്കെ എടുക്കുക, ഇങ്ങനെ പപ്പ് കൊടുക്കുകയല്ലേ. അതുപോലെ ഓരോ സർവകലാശാല കൊടുക്കുകയാണ്. സർവകലാശാലകളിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് എന്തിനായിരുന്നു? ഈ രോഹിത് വെമുല പോലുള്ള പ്രൊട്ടസ്റ്റുകളുടെ തുടക്കകാലം നമുക്ക് ഓർമ്മയുണ്ട്. ഏതൊക്കെയോ സംഘികളെ കൊണ്ടുവന്ന് ഈ പറയുന്ന ഈ വലിയ പാരമ്പര്യമുള്ള വലിയ പ്രൗഢിയുള്ള സർവകലാശാലയുടെ തലപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മതി. സർവകലാശാലകൾ എന്താണെന്ന്, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന്, അവിടെ നടക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് സർക്കാരിന് കൺസേൺ ഇല്ല. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ MBBS ഹിന്ദിയിലും പഠിക്കാം, ഹിന്ദിയാണ് പ്രധാനപ്പെട്ട ഭാഷ, ഇംഗ്ലീഷ് നമ്മുടെ ഒരു വൈദേശിക ഭാഷയാണ്, അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് തുറസുകൾ അടയ്ക്കുക, ആധുനികവൽക്കരണം തടയുക. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മോദിയുടെ നാടായ ഗുജറാത്തിൽ നിന്ന് പോലും 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് വിദ്യാർത്ഥികളടക്കമുള്ള ഒരു പലായനം ചെയ്യാണ്. കാരണം എന്താണ്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കമുള്ള സംഗതിയിൽ കൂടുതൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഇരുട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ലോകത്ത് വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ സങ്കേതങ്ങളും മാറുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്കാർ പുറത്തേക്ക് പോകാൻ തോന്നുകയാണ്. അതുകൊണ്ട് അവിടെ വി ഡി സതീശനൊക്കെ ഇപ്പം പറയുന്നത് ഞങ്ങൾ പുതിയൊരു ഉന്നത വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നു, കൂടുതൽ ആധുനികവൽക്കരിക്കുന്നു പറയുന്നത് ലോകം മാറുന്നത് ഒപ്പിച്ച് നമ്മൾ മാറാത്തതുകൊണ്ടാണ്. ഞാൻ വീണ്ടും പറഞ്ഞത് അജിംസ് പറഞ്ഞോട് ചേർത്ത്, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ പരിപാടി തന്നെ വേറെയാണ്. അവർ വന്നിട്ടുള്ളത് ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യയിലേക്ക് എല്ലാത്തിനെയും വലിച്ചിടാൻ വേണ്ടിയാണ്, അല്ലാതെ അതിന് മുകളിലേക്ക് ആളുകളെ പറത്തിവിടാനുള്ള. ആ വലിച്ചിട്ട് ആ ഇരുണ്ട ഗ്രഹത്തിൽ കിടന്നാൽ മാത്രമേ ആളുകൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം, വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും അപരമ വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രം അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്താലേ അവരിതിന് വോട്ട് ചെയ്യുള്ളൂ. അപ്പോഴേ ഈ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ പറ്റുള്ളൂ. അവർ പണിയെടുക്കുന്നത് അതിന് വേണ്ടിയാണ്. അധികാര തുടർച്ച എന്നൊന്നല്ലാതെ, അധികാരത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളതല്ലാതെ രാജ്യത്തിൻ്റെ സമൂലമായ വികസനം, ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ 10 വർഷമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമല്ല. സോ നമ്മളതിൻ്റെ ദുർവിധി അനുഭവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരാണ്. എന്തെങ്കിലും അത് മാറട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യെസ്, ഈ പിഴവ് സംഭവിച്ചതെന്ന് ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രം ഈ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്.